കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത്തവണ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃഹ ഐശ്വര്യത്തിനെ ഇല്ലാതാക്കുന്ന 5 തരം ദോഷങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടും ഇതിനെപ്പറ്റി വ്യക്തമായ ഗ്രാഹ്യമില്ലാത്തവർക്കും വേണ്ടി വിശദമായിട്ട് പറയുന്നുള്ളേ ഉള്ളൂ. ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും പലർക്കും സംശയങ്ങൾ തീരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 5 തരം ദോഷങ്ങളാണ് നമുക്ക് ഗൃഹ ഐശ്വര്യത്തിന്. നമുക്ക് എന്തുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്ത് സമ്പത്യമായാലും അഭിവൃദ്ധിയായാലും ഐശ്വര്യമായാലും മംഗളകർമ്മങ്ങളായാലും ഒക്കെ നടക്കുക നമ്മുടെ വീട്ടിലാണ്. ഒരു വീടാണ് ആരൂഢം, അയാളുടെ ആണിക്കല്ല് എന്നൊക്കെ പറയും. അപ്പൊ ആ ആരൂഢം ശരിയാവണം. ആദ്യത്തെ വിഷയം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് വരുന്ന ഐശ്വര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ആരൂഢത്തിൽ പലവിധ ദോഷങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ദോഷങ്ങളിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഒന്നാമത്തെ വിഷയം പിതൃദോഷം അല്ലെ ബാധാദോഷങ്ങൾ എന്ന് പറയും. പിതൃദോഷം എല്ലാവർക്കും അറിയാം. എല്ലാവരും മരിച്ചു പോയി കഴിഞ്ഞാൽ അസ്ഥി ഒഴുക്കും, പിന്നീട് ബലിയിടും. അതുകൊണ്ടായില്ല, മരിച്ച വ്യക്തികളെ നമ്മൾ എവിടെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് സ്ഥാനം കൽപ്പിച്ചിരുത്തിയിട്ട് വേണം നമ്മൾ അവർക്ക് ബലിയിടാനായിട്ട്. നിങ്ങളുടെ വീട്ടിലൊരാൾ വന്നാൽ നിങ്ങൾ ഗേറ്റിന് പുറത്ത് വെച്ച് അവർക്ക് വെള്ളം കൊടുത്ത് ആഹാരം കൊടുത്ത് വിടുവോ? അത് വീട്ടിനകത്ത് കയറ്റി ഇരുത്തി അവരെ സൽക്കരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വിടത്തുള്ളൂ. അപ്പം ആ മരിച്ച വ്യക്തികളെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരുത്തി എവിടാന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളത്, അത് വിഷ്ണു സങ്കേതത്തിൽ സമർപ്പിച്ചെങ്കിലേ അവർക്ക് അടുത്ത ജന്മത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വിഷ്ണു സങ്കേതം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രധാന 5 ക്ഷേത്രങ്ങളുണ്ട്. തിരുവല്ലം, തിരുനെല്ലി, വർക്കല, ചേലാമറ്റം, തിരുമുല്ലുവാരം. ഇപ്പൊ ഇങ്ങനെയുള്ള അവർക്ക് എവിടെ ഇരിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് വേണം ബലികർമ്മങ്ങൾ 3 വർഷം മുടങ്ങാതെ ഇരുത്തിയ തിഥിയിലോ നക്ഷത്രത്തിലോ പോയി ചെയ്യുകയും ശേഷം 12 വർഷം മുടങ്ങാതെ ഗ്രഹത്തിലെ കർത്തവാവിനെ ബലിയിടുകയും ചെയ്തു കഴിഞ്ഞാൽ പിതൃദോഷം മാറും. ഇനിയും പിതൃശാപമുണ്ട്. പിതൃശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെയൊക്കെ നല്ല നിലയിലാക്കി കഴിഞ്ഞ് മാതാപിതാക്കളെ നോക്കാതെ വരുന്ന അവസ്ഥയുണ്ട്. അതാ പിതൃശാപം എന്ന് പറഞ്ഞാൽ. ആ ഒരു ശാപം എക്കാലത്തേക്ക് നിൽക്കും. ശാപം നമ്മുടെ തലയ്ക്ക് മേലെ പതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയോ അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നൊരവസ്ഥയുണ്ടാവും. അപ്പൊ കഴിവതും ഈ മാതാപിതാക്കളുടെ ശാപം വാങ്ങിക്കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം. ഒരിക്കലും ഒരു അമ്മയോ അച്ഛനോ ഒരു മക്കളെ പ്രാകണം എന്നുണ്ടെങ്കിൽ അതുപോലെ അവരുടെ മനസ്സ് നൊന്നിട്ടാവും. മനസ്സ് നോവാതിരിക്കലും അവർ പ്രാകത്തില്ല. മക്കൾ നന്നാവണം അച്ഛനും അമ്മയും ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പിതൃദോഷം, പിതൃശാപം അങ്ങനെയുള്ള വിഷയം വരുന്നുണ്ട്. കൂട്ടത്തിലുള്ളതാണ് ബാധാ ഉപദ്രവങ്ങൾ. ചില ഭൂമി സംബന്ധമായിട്ടുണ്ടാവും, ചിലത് കണ്ട് ഭയപ്പെടുന്നതുണ്ടാവും. ചില സുഹൃത്തുക്കൾ മരിച്ചു, അന്നേരം അവർക്ക് ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾക്ക് ബാധാ വിഷയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുന്നതിനാണ് ബാധാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. അതും നമുക്ക് ഒഴിവാക്കാവുന്നുള്ളതേ ഉള്ളൂ. അടുത്തത് നാഗം. അതായത് ഭൂമി, അതായത് കേരളത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ നാഗാരാധനയുള്ളത്. മിക്ക വീടുകളും മിക്ക ക്ഷേത്രങ്ങളും എടുത്തു നോക്കാം, നാഗങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പം നാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കൺകണ്ട ദൈവമാണ്. നമുക്ക് അവർക്കൊരു വിഷയം വരുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വന്ന് അവർക്ക് ദുരിതത്തിലാണ്, അവർ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്, നിങ്ങൾക്കും അവരുടെ ദോഷം ബാധിക്കാം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് കാണിക്കും. നാഗങ്ങൾ ബാധയിലാവുമ്പോഴാണ്, അവർക്ക് തീരെ പറ്റാതെ വരുമ്പോഴാണ്. ഭൂമികളുടെ അധിപതിയായിട്ടാണ് നാഗങ്ങളെ പറയുന്നത്. എല്ലാ ഭൂമികളുടെ സർപ്പസാന്നിധ്യമുണ്ട്. സർപ്പസാന്നിധ്യം ഇല്ലാത്ത ഭൂമികളൊന്നും തന്നെയില്ല. ആ നാഗങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത പോലെ പ്രതിസന്ധികളും വിഷമങ്ങളും വരിക, നല്ല നാഗങ്ങൾക്ക് മരണം സംഭവിക്കുക, നാഗസാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടുക, നാഗസങ്കേതത്തിൽ ഇടിവെട്ടേക്കുക, നാഗസങ്കേതത്തിൽ അശുദ്ധി ഉണ്ടാവുക, നാഗങ്ങൾക്ക് വേണ്ടുന്ന കാവുകളിൽ പൂജകളെ തൃപ്തിക്കുറവുണ്ടാവുക, നാഗങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തൃപ്തിയില്ലാതെ വരിക, അത് ശുദ്ധിയല്ലാതെ മനസ്സ് അർപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള പല അവസ്ഥയിലും നാഗദോഷങ്ങളുണ്ടാവാം. നല്ല സർപ്പങ്ങളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. അപ്പം അങ്ങനെ ഏത് രീതിയായാലും നാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാവാൻ പ്രയാസം വരിക, വൈരൂപ്യത്തിൽ സന്താനങ്ങൾ ഉണ്ടാവുക, ഒരാൾക്ക് ഇത് കുട്ടികൾക്ക് അല്ലെ വീട്ടിലുള്ളവർക്കൊക്കെ രോഗങ്ങൾ വരിക, ബുദ്ധിഭ്രമം ഉണ്ടാവുന്ന അവസ്ഥകൾ വരിക, അതുപോലെ ശരീരത്ത് പാണ്ട, ചൊരി, ചരങ്ങ് ഇങ്ങനെ മുതലായ മാറാവ്യാധികൾ വരിക, സ്ത്രീകളെ, സന്താനങ്ങളെ, രോഗങ്ങളെ, അഭിവൃദ്ധിയെ, ദാമ്പത്യ ജീവിതത്തിനെ, തൊഴിലിനെ എന്നിവയുടെ എല്ലാ കാര്യങ്ങളെയും നാഗദോഷങ്ങൾ ബാധിക്കാം.
അപ്പം അങ്ങനെയുള്ളവയ്ക്ക് കളവെടുത്തും പാട്ട് നടത്താറുണ്ട്. നാഗപൂജകൾ, സർപ്പപൂജകൾ, സർപ്പാരാധനകൾ, സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ, അങ്ങനെ ഓരോ ദോഷങ്ങളുടെ കാഠിന്യം അനുസരിച്ചാണ് നമ്മൾ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നിശ്ചയിക്കുക. ചില ദോഷങ്ങളെ ആവാഹിച്ച് മാറ്റേണ്ടി വരും. രാഹുവിനെ കൊണ്ട് പറയാം, ചിലത് പാട്ട് കൊണ്ട്, സർപ്പം പാട്ടെന്നൊക്കെ പറയാം, ചിലത് പുള്ളുവിനെ കൊണ്ട് ഒരു വീട്ടിൽ ഒരു ദിവസം പാട്ട് പാടിച്ചാൽ മതിയാവുന്ന വിഷയം വരും. ചിലത് ഒരു മഞ്ഞപ്പട്ട് സമർപ്പിച്ചാൽ മതിയാവും, ചിലപ്പോൾ ഒരു പുറ്റുമൊട്ട സർപ്പരൂപം വാങ്ങിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം എന്താണ് സർപ്പവിഷയം, സർപ്പം ഏത് രീതി ബാധയായെന്ന് ചിന്തിക്കണം. അതിനൊത്ത പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യുക. ഇനിയും ശത്രുവിഷയം. ശത്രുവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു ആഗ്രഹിച്ചാവാം, നമ്മുടെ ഉയർച്ച ഉദ്ദേശിച്ചാവാം, നമ്മുടെ പദവികൾ മുന്നിൽ കണ്ടുകൊണ്ടാവാം, നമ്മുടെ ധനം ഉദ്ദേശിച്ചാവാം, കുടുംബത്തിലെ ഐക്യത സമാധാനം ഉദ്ദേശിച്ചാവാം. അങ്ങനെ ഒരാളിൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവുന്ന അവസ്ഥയെ എതിർത്ത് നിൽക്കുക. അപ്പം നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത് അല്ലേ, നമ്മുടെ വീട്ടുകാരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ് നമുക്ക് വലുത്, അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷെ മറ്റൊരാളുടെ ഉപദ്രവമായിട്ട് മറ്റൊരാൾക്ക് തൃപ്തി ഇല്ലാതെ വരാം. അങ്ങനെ അവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ ശത്രു വിഷയങ്ങൾ ചെയ്യുന്ന പല വ്യക്തികളുണ്ട്. അവരെ കണ്ടുകൊണ്ട് പല കാര്യങ്ങൾ, അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തൊരു വിഷയം എന്ന് പറയാം പാപവിഷയം അല്ലെ ശാപവിഷയം. പാപം എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അധർമ്മമാണ്, നമുക്ക് പലതും ചെയ്തേ പറ്റുള്ളൂ. നടന്നു പോകുമ്പോൾ ഉറുമ്പിനെ ചവിട്ടിക്കൊന്നു, അത് പാപമാണ്. നമ്മുടെ ശരീരത്തുള്ളതും ആ ഉറുമ്പിന്റെ ശരീരത്തുള്ളതും ജീവൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഉറുമ്പിനെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉറുമ്പ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഹിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ കത്തിക്കോ എന്തെങ്കിലും ചെയ്ത് അതിനെ കൊന്നേ പറ്റുള്ളൂ. അപ്പം അത് ന്യായമായിട്ട് ഉള്ള പാപമാണ്. ഇനി പാപത്തിൻ്റെ കണക്ക് തന്നെ അന്യായമായിട്ട് ചെയ്യുന്നതുണ്ട്. ഒരു പശുവിനെ കൊല്ലുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ വഴി മുടക്കുക, ഒരാളുടെ വിവാഹം മുടക്കുക. അപ്പം ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശാപങ്ങളുണ്ടാവും. പാപങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ശാപങ്ങളുണ്ടാവും. പാപകർമ്മങ്ങൾ. ഒരാളിനെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസം. ഒരു ഗ്ലാസ് എടുക്കണം, അത് കഴുകി വൃത്തിയാക്കണം, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കണം, അതിൽ പൊടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, കൊണ്ട് കൊടുക്കണം. അതൊന്നുമില്ല. അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്തെങ്കിലേ ഒരാൾക്ക് നല്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് ശകലം പൊടി വാരി ഇടണമെങ്കിൽ, അല്ലെങ്കിൽ ചില മണ്ണ് വാരി ഇടണമെങ്കിൽ വളരെ എളുപ്പം അല്ലേ. അപ്പം അതാണ് പാപം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശാപങ്ങൾ ഉണ്ടാവും. അത് പക്ഷി ശാപങ്ങൾ, പക്ഷികളുടെ കൂടുകൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷി ശാപം ഉണ്ടാവും. ഈ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയും പൂച്ചയൊക്കെ തല്ലി ഓടിക്കുക, അവരുടെ ശാപം, ജന്തു ശാപം ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പിതാവിനെ മാതാവിനെ നോക്കുമ്പോൾ അവരുടെ പിതൃശാപങ്ങളൊക്കെ ഉണ്ടാവും. വിവാഹം, ഒരു കന്യകയുടെ വിവാഹം മുടക്കുക, നല്ല വിവാഹം എന്താ മുടങ്ങിയിട്ട് പല കള്ളങ്ങളും പറഞ്ഞ് ഇല്ലാവചനങ്ങളും പറഞ്ഞ് വിവാഹം മുടക്കുക, സ്ത്രീ ശാപം ഉണ്ടാവും. ഒരാളുടെ ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി നിൽക്കുക, അയാൾ ആ ജോലിക്ക് എലിജിബിൾ ആണ്, ആ ആളിന് ജോലി കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുടെ ജോലി മുടക്കുക. ഒരു വീട്ടിൽ വെള്ളമില്ല, അല്ലെ ആ വീട്ടിൽ വെള്ളം കൊള്ളത്തില്ല, ഇപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കുക, ഇനി നാളെ തൊട്ട് വെള്ളം എടുക്കരുത്, ഇതുവഴി പോകരുത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ നമുക്ക് ശാപങ്ങൾ പല വിധത്തിൽ ഉണ്ടാവാം. പിന്നെ അടുത്തതാണ് വാസ്തുദോഷം. വാസ്തുദോഷം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണക്ക് പ്രകാരം വീട് വെച്ചു എന്നുകൊണ്ട് മാത്രം ഒരാളുടെ വാസ്തുദോഷം അവിടുന്ന് മാറുന്നില്ല. ചെറിയ ചെറിയ പോരായ്മകൾ. ചിലപ്പോൾ നമ്മൾ ഒരു കണക്കിൽ ഒരു വീട് പണിഞ്ഞു, അപ്പോൾ നമ്മൾ മേശരി അല്ലെ പണിയുന്ന ആൾ വന്നിട്ട് പറയുക, ഒരു 2 കട്ട ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വീതി കിട്ടും, അല്ലെ ആ ബാത്റൂം കുറച്ചുകൂടെ ഒന്ന് അകത്തോട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഡൈനിങ് സ്പേസ് കിട്ടും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാം. അല്ലെ ഇപ്പുറത്ത് പ്ലാനിങ് ഉള്ള രീതിയിലായിരിക്കും ഒരു സ്റ്റോർ റൂം നമുക്ക് എടുക്കാം, അപ്പുറത്ത് കിച്ചൺ കുറച്ച് സ്പേസ് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ സ്റ്റോർ റൂം എടുക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനൊരു മാറ്റം പ്ലാനിങ്ങിനകത്ത് വരും. അങ്ങനെ മാറ്റം വരുമ്പോഴും ഈ പറഞ്ഞ വാസ്തുദോഷം വരാം. അതുപോലെ ഈ വീട്ടുപകരണങ്ങൾ സ്ഥാനത്തല്ലെങ്കിൽ വാസ്തുദോഷങ്ങൾ വരാം. ഇതുപോലെ ചില ഭൂമികൾ മനുഷ്യവാസയോഗ്യമായിരിക്കുകയില്ല, സർപ്പവാസയോഗ്യം അല്ലെ ക്ഷേത്രഭൂമികൾ, നാഗഭൂമികൾ, അങ്ങനെയൊക്കെയുള്ള ശ്മശാന ഭൂമികൾ, അങ്ങനെയൊക്കെയുള്ള ഭൂമികളുണ്ട്. അത് നമ്മളൊരു വീട് വെക്കാൻ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ആ ഭൂമിയുടെ ലക്ഷണശാസ്ത്ര പ്രകാരം ഒരിട താഴ്ച നമ്മൾ കുഴിച്ചു കഴിയുമ്പോൾ ആ മണ്ണിൻ്റെ നിറവും ഗന്ധവും അനുസരിച്ച് ആ ഭൂമി ഏത് ഭൂമിയാണോ, ക്ഷത്രിയ ഭൂമിയാണോ, ബ്രാഹ്മണ ഭൂമിയാണോ, വൈശ്യ ഭൂമിയാണോ, ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അതിന് ദോഷഭൂമിയാണ് എങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്തിട്ടേ അവിടെ സ്ഥാനം കാണാൻ, കുറ്റിയടിക്കാൻ പോലും പാടുള്ളൂ എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പം അങ്ങനെ കണക്ക് ശരിയാണോ, പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വാസ്തുപരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. വാസ്തു ശരിയാണെങ്കിൽ പകുതി കാര്യങ്ങൾ ശരിയാണെന്നാണ് പറയുന്നത്. വാസ്തു ശരിയല്ലെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളാണ്. നമുക്ക് വായുവും വെളിച്ചവുമാണ് നമുക്കൊരു വീടിനകത്ത് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. വായു ഇല്ലെങ്കിൽ പറ്റൂ, വെളിച്ചമില്ലെങ്കിൽ പറ്റൂ. ഇതിനെ ക്രമമായ രീതിയിൽ, ചിട്ടയായ രീതിയിൽ അതിനെ എല്ലാ വശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന അവസ്ഥ കൂടിയാണ് കണക്ക്. എന്തിൻ്റെയും ആധാരം കണക്ക് തന്നെയാണ്.
അപ്പം ആ കണക്ക് പ്രകാരമാണോ എന്ന് നോക്കി വാസ്തുവിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ അല്ലാതെ പല വിഷയങ്ങളും എല്ലാവർക്കും വരാം, പക്ഷെ ഇതാണ് കൂടുതലും പേർക്ക് കണ്ടുവരാറ് പതിവ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ശ്രദ്ധ നമ്മൾ ചെലുത്തുക. നമ്മൾ മുന്നോട്ട് ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് പ്രായം കുറയുന്നില്ല. അപ്പോൾ പ്രായമേറും തോറും നമ്മൾ ഓരോ ദിവസവും നമുക്ക് പലവിധ ബെനിഫിറ്റുകൾ, പല ഗുണങ്ങൾ, നമ്മൾ കഷ്ടപ്പെടുന്നതനുസരിച്ചുള്ള ആ ഒരു നേട്ടം നമുക്ക് ഉണ്ടാവണം. ആ നേട്ടം ഉണ്ടാവാതെ വരുമ്പോൾ, കോട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കേണ്ടതും അതിനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.